കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് അതുപോലുള്ള സംഗതികൾ സാങ്കേതിക വിദ്യ പിന്നെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് അനുകൂലമായി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അപ്പോൾ അതുവരെ ഒരു പക്ഷേ മാതാപിതാക്കൾ ഇത്ര കണ്ട് മൊബൈൽ ഫോണും മറ്റും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം ആ എഡ്യൂക്കേഷൻ കുട്ടികളുടെ വിദ്യാഭ്യാസം നിലനിർത്താൻ വേണ്ടി അത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അതുപോലുള്ള ഗാഡ്ജറ്റ് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരായി. അപ്പോൾ കുട്ടികൾക്ക് വലിയൊരു അവസരം തുറന്നു കിട്ടി. അപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നപ്പോൾ പഠിക്കുകയാണെന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകും. പഠിക്കുന്നതിനെ ഉപയോഗിക്കും, പക്ഷേ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് പലപ്പോഴും അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതൊരു വലിയ പ്രായോഗികമായി ഉണ്ടായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം പല കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ അവർക്ക് അറിഞ്ഞുകൂടാ തൻ്റെ മകനോ മകളോ ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അവർ എത്ര പറഞ്ഞാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പ് പ്രഷറൊക്കെ ഉണ്ട്, കൂട്ടുകാരുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ വലിയ സൗഹൃദ വലയങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നിപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു ലക്ഷ്യബോധത്തോടുകൂടി അവർ മുന്നോട്ട് പോകണം. അവരുടെ ജീവിതത്തിൻ്റെ ഒരു അംബിഷൻ ഉണ്ടാകണം. അപ്പോൾ അവർ പഠിക്കുന്നതിന് പ്രാധാന്യം നൽകണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഇതിനോടൊപ്പം സമന്വയിപ്പിച്ചുകൊണ്ട് പോകണം. അപ്പോൾ തീർച്ചയായും ഭാവി ഇരുളടഞ്ഞതാവാതിരിക്കാൻ വേണ്ടിയുള്ള കണക്കുകൂട്ടലും അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേക സ്വയം ചിന്തിച്ച് അത്തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കുട്ടികളും തയ്യാറാവണം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും, പക്ഷേ കുട്ടികളുടെ ഇത്തരം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പലപ്പോഴും. അവർക്ക് ചിലപ്പോൾ പിടിവാശി കാണും, അവർക്ക് നിർബന്ധ ബുദ്ധി കാണും, അവരുടെ വിചാരങ്ങൾ ഒരു പക്ഷേ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അപ്പം ഒരു പക്വത ചിലപ്പോൾ ഇവിടെ തീരുമാനമുള്ള ചിന്തയിൽ കാണില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന തനിക്കെല്ലാം അറിയാം എന്ന നില, ഇപ്പോൾ കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുന്ന സമയമാണ്. അവർക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്തയോടെ കാഴ്ചപ്പാടോടെ അവർ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്. അപ്പോൾ പല കുടുംബങ്ങളിലും ഇതുണ്ടാക്കുന്ന സംഘർഷങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും കുട്ടികളുടെ ചിന്തകളും അവരുടെ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. അതവരുടെ ബന്ധങ്ങളുടെ കാര്യത്തിലാകട്ടെ, അവരുടെ സ്വഭാവ രീതികളിലാകട്ടെ, ഇത്തരത്തിലുള്ള ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നതിലാകട്ടെ, ഏത് കാര്യത്തിലാണെങ്കിലും മാതാപിതാക്കൾ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ട അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ കുട്ടികളുടെ ഭാവിയെ കരുതി തീർച്ചയായും അത് അധ്യാപകർ ശ്രദ്ധിക്കണം, മാതാപിതാക്കളും ശ്രദ്ധിക്കണം. തീർച്ചയായും വളരെ ശോഭനമായ ഒരു ഭാവി നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്, വിദ്യാർത്ഥികൾക്കുണ്ട്. അതൊക്കെയും ഇത്തരം ഗാഡ്ജറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങളുടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ദുരുപയോഗം മൂലം കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞതായി തീരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്.